പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ലാസ്റ്റ് സൺഡേയിൽ അനിയച്ചൻ വന്നായിരുന്നു. അച്ഛൻ പറഞ്ഞു അച്ഛൻ്റെ അവിടെ വീട്ടിൽ ഒത്തിരി 4 പ്ലാവിനകത്ത് ഒത്തിരി ചക്കയുണ്ട്, വന്ന് ചക്ക പറിച്ചുകൊണ്ട് പോകാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചക്ക പറിക്കാൻ വേണ്ടി പോവുകയാണ്, ഫാമിലി സമേതമാണ് പോകുന്നത്. അപ്പോൾ ചക്ക പറിക്കേണ്ട കേസിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പം ഞങ്ങൾ ഇവിടുത്തെ പാനികളുടെ സിസ്റ്റർമാർ പറഞ്ഞു. സിസ്റ്റർമാർ ഞങ്ങളുടെ കൂടെ വരാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ സിസ്റ്റർമാരെ കൂട്ടാൻ വേണ്ടി നാലുപാടി ടൗണിൽ നിന്ന് പാനികളിലോട്ട് പോവുകയാണ്. ഇതാണ് നാലുപാടി ടൗൺ. വലിയ ടൗണൊന്നുമല്ല, പക്ഷേ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഇത് ഡിസ്ട്രിക്ട് ക്വാർട്ടറാണ്. അത്യാവശ്യം നല്ലൊരു ടൗണാണ്, എല്ലാ സാധനങ്ങളും കിട്ടും. നമ്മളിപ്പം ഏകദേശം പാനികൗണ്ടിൽ എത്തി. നമ്മളിപ്പം സിസ്റ്റർമാരെ പിക്കപ്പ് ചെയ്ത് നമ്മൾ തിരിച്ച് ഹൈവേ കൂടി നമ്മളിപ്പം ദംദമ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ ദംദമ എന്ന് പറഞ്ഞ സ്ഥലം എന്ന് വെച്ചേക്കണമെങ്കിൽ ഗുവാഹട്ടി നമ്മുടെ നാഷണൽ ഹൈവേയുടെ അവിടെ നിന്ന് 15 കിലോമീറ്റർ ഏകദേശം പോയി കഴിഞ്ഞാൽ ദംദമ എന്ന് പറയുന്ന സ്ഥലത്തെത്തും. ആസാമിലെ റോഡുകളെല്ലാം നല്ല ഗ്രീനിഷാണ്. എല്ലാ സൈഡുകളും 2 സൈഡിലും വൃക്ഷങ്ങളും മരങ്ങളും ആകാശവും. കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഗവൺമെൻറ് മരങ്ങളും കാര്യങ്ങളൊന്നും വെട്ടാണ്ട് അതൊക്കെ നിർത്തിക്കൊണ്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തേക്കണം. ഭയങ്കര ഗ്രീനിഷാണ്. അപ്പം നമ്മൾ ദംദമയെല്ലാം കഴിഞ്ഞു. നമ്മളിപ്പോൾ ഇനി നമ്മൾ ബഗൻപാറയ്ക്കുള്ള റൂട്ടിലോട്ട് കയറി. ഇവിടുന്ന് ഏകദേശം ഒരു 7-8 കിലോമീറ്റർ നമ്മൾ ബഗൻപാറ എത്തും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 45 മിനിറ്റ് യാത്ര ഉള്ളൂ കേട്ടോ. നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു. ഇതാണ് ഇനി ഇങ്ങോട്ട് ഇവിടെ നിന്ന് ഇനി ഒരു 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 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പള്ളിയിലോട്ട് തിരിയുന്ന വഴി കിട്ടും. നമ്മൾ വണ്ടിക്കൊരു ആട് വട്ടം ചാടിയേ. നമ്മൾ ബ്രേക്ക് എടുത്ത് നിർത്തി. പറയാൻ പറ്റത്തില്ല, ഇനിയിപ്പോൾ ആട് വല്ലതും മുട്ടിക്കഞ്ചാക്കണമെങ്കിൽ അവർ ആട് വലുതായി അതിൻ്റെ പാൽ അതിൻ്റെ എല്ലാവരും കാട്ടി അതിൻ്റെ പൈസ വാങ്ങിക്കൊണ്ട് പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വണ്ടി നിർത്തി ആടിനെ മാറ്റി നമ്മളിപ്പം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പള്ളിയിലോട്ട് പോകുന്ന വഴിയാണേ. ഇതാണ് ബഗൻപാറ പള്ളി. ഭയങ്കര പഴയ പള്ളിയാണ്, ഭയങ്കര പഴക്കമുള്ള പള്ളിയാണ്. ആ കാണുന്നത് കണ്ടോ, കുരിശ് കാണുന്നുണ്ടോ, അതാണ് ബഗൻപാറ പള്ളി. ഞാൻ പോകുന്ന വഴിക്ക് ഇവിടുത്തെ ഈറിഷയാണിത്. അവിടെ നമ്മുടെ ഒരു പരിചയം ഒരു പുള്ളിക്കാരനെ കണ്ടേ. അപ്പോൾ പുള്ളിക്കാരൻ ഹായ് പറഞ്ഞു. അപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് നിർത്തി പുള്ളിക്കാരോട് സംസാരിക്കാൻ വേണ്ടി നിർത്തിയേക്കുവാണേ. പുള്ളിക്കാരൻ നേരത്തെ എനിക്ക് പരിചയമുള്ളൊരു മനുഷ്യനാണേ. അപ്പോൾ നമ്മൾ പുള്ളിക്കാരോട് ഹായ് എല്ലാം പറഞ്ഞ ശേഷം നമ്മൾ വണ്ടി പിന്നെ എടുത്ത് നമ്മൾ നേരെ പള്ളിയിലോട്ട് നമ്മളെ നോക്കി അച്ഛൻ നോക്കുന്നുണ്ട്. അച്ഛൻ കാപ്പി റെഡിയാണെന്നാണ് പറഞ്ഞേക്കണേ. നമ്മൾ നേരെ ചെല്ലുന്നു, കാപ്പി കുടിക്കുന്നു, അച്ഛൻ്റെ സ്ഥലങ്ങളെല്ലാം കാണുന്നു. കണ്ട ശേഷം നമുക്ക് പുഴയിലേക്കൊന്ന് പോകാൻ വേണ്ടി പറ്റും എന്നാണ് ഓർക്കുന്നത്. സമയമായി, ഇപ്പം 4 മണി കഴിഞ്ഞു. ഇതാണ് ബഗൻപാറ പള്ളിയിലോട്ട് കയറുന്ന ഗേറ്റ്. സെൻറ്റ് തോമസ് കാത്തോലിക് ചർച്ച്, ബക്ഷ, ബഗൻപാറ. ക്യാമ്പസൊക്കെ നല്ല രസമാണ്. ഈ പള്ളിയെന്ന് വെച്ചാൽ ഈ ബൊങ്കേഗാവ് ഡയസസിൻ്റെ കീഴിലുള്ള പള്ളിയാണ്. ഇവിടുത്തെ അച്ഛൻ ആൻ്റണി അച്ഛൻ തമിഴ്നാട്ടുകാരനാണ്, പക്ഷെ മലയാളമൊക്കെ അറിയാം കേട്ടോ. ഇതാണ് അച്ഛൻ്റെ താമസ സ്ഥലം. തൊട്ടടുത്ത് കാണുന്നതാണ് പള്ളി. അച്ഛൻ വരുന്നുണ്ട് നമ്മളെ. എൻ്റെ അച്ഛൻ നല്ലതായിട്ട് വൈകുന്നേരം കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടി ഒരു കാപ്പിയൊക്കെ കുടിച്ച് പിള്ളേരെല്ലാം പുറത്തേക്ക് ഇറങ്ങുവാണ്. അവർ വോളിബോളും ഇതൊക്കെ ആയിട്ടാണ് വന്നേക്കണേ. റിച്ചു ആണെങ്കിൽ വോളിബോളും ഫുട്ബോളൊക്കെ അടിപൊളിയായിട്ട് കളിക്കും കേട്ടോ. ഭയങ്കര സെറ്റപ്പാവൻ നമ്മുടെ ഈ ഇളയ സന്താനം. ഇതാണ് പള്ളി. ഭയങ്കര പഴക്കമുള്ള പള്ളിയാണ്. അപ്പോൾ ഇവിടെ മൊത്തം 350 ഫാമിലി ഉണ്ട്. ഏകദേശം 1000 കുടുംബങ്ങളുണ്ട്, 1000 അംഗങ്ങളുണ്ട് പള്ളിയിൽ. ഇതാണ് നമ്മൾ പറഞ്ഞ ചക്ക. 4 പ്ലാവുണ്ട്. 4 പ്ലാവിനകത്തും ചക്ക നിറഞ്ഞു കിടക്കുകയാണ്. ഇവിടെയുള്ള ആസാമിലെ ആൾക്കാരൊക്കെ ഒന്നും ചക്ക വലിയ കാര്യമൊന്നുമില്ല. അവർ ചക്കക്കുരു മാത്രമേ കഴിക്കുകയുള്ളൂ. ചക്കേക്കാളും വിലയാണ് ചക്കക്കുരുക്ക് കൂടെ.
ഇപ്പം ഞാനും അച്ഛനും കൂടി ഓരോരോ ചക്കയായിട്ട് പറിക്കാൻ വേണ്ടി നോക്കിയാണ്. അപ്പോൾ ഇവിടെ ഈ ബോർഡിങ് നിൽക്കുന്ന ഒരു 3 പിള്ളേരുണ്ട്. അവർ നമ്മൾ ഈ ചക്ക താഴെ ചാടി പൊട്ടാണ്ടിരിക്കാൻ വേണ്ടി ചാക്കിനകത്ത് എടുക്കാൻ വേണ്ടി സഹായിക്കുവാണ്. ഓരോരുത്തരും കഷ്ടപ്പെടുന്നുണ്ട്. ചില ചക്കളൊക്കെ നിലത്ത് ചാടി കേട്ടോ, ചില ചക്കൊക്കെ പൊട്ടി. ഉയരം കൂടുതലാണേ. അത്യാവശ്യം നന്നായിട്ട് മൂത്തിരിക്കുക. അതായത് പറിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മളെയും പഴുക്കുവേ. അപ്പം ഇന്ന് പറിച്ച് കഴിഞ്ഞാൽ ഇന്ന് തന്നെ പുഴുങ്ങേണ്ട വരും, അതല്ലെങ്കിൽ നാളെ പുളിക്കും. ഇതിനകത്ത് ഞാനൊരു സംഭവം കാണുന്നത് വെച്ചാൽ 2 പ്ലാവും 2 തരം ചക്കയാണ്. ഓരോന്നത് ചെറിയ ചുളയും ഓരോന്നത് വലിയ ചുളയുണ്ട്. ആ വലിയ ചുളയുള്ളത് ഇച്ചിരി ഈർപ്പം മറ്റേ വെള്ളം കുടിച്ചിരിക്കുന്ന ചക്ക, അത് പുഴുങ്ങണേക്കാളും നല്ലത് ആ ചെറിയ ചക്ക പുഴുങ്ങുക. ചെറിയ ചക്ക പുഴുങ്ങുമ്പോൾ നമ്മുടെ കേരളത്തിൽ പുഴുങ്ങുന്ന അതേ ചക്കയുടെ ടേസ്റ്റും നല്ല രീതിയിൽ പുഴുക്ക് കിട്ടുവേ. ഏതായാലും ഞങ്ങൾ ചക്കപ്പറി തീരാറായി. അപ്പോൾ ചക്ക പറിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്നാൽ ഏതായാലും ഇവരെല്ലാം എടുത്തു വെക്കട്ടെ, നമുക്ക് പുറത്തുനിന്ന് പോയി ഈ ഫാമും കാര്യങ്ങളൊക്കെ കാണാം. ഈ നമ്മുടെ നാരങ്ങയാണ്, കേരളത്തിലെ വലിയ നാരങ്ങയില്ല, ആ നാരങ്ങ അതുപോലെ നാരങ്ങ ഉണ്ടാവണം. ഈ പ്രാവശ്യം ഇവിടെ മഴ കുറവായതുകൊണ്ട് അത്രയും വലുതാവാണ്ടിരിക്കുകയാണ്. പക്ഷെ നല്ലതാണ്, നമ്മൾ അച്ചാറിടാനും പറക്കാനൊക്കെ നല്ലതാണ്. ഒത്തിരി ഉണ്ട് കേട്ടോ, ഇപ്പം മഴയില്ലെങ്കിലും പക്ഷേ ഒത്തിരിയും കാച്ച് കിടക്കുന്നുണ്ട്. ഇത് സ്റ്റാർ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞൊരു മരമാണ്. നമ്മുടെ അവിടെ ഒരു ചെറിയൊരു പുളിയും ഒരു ചെറിയ ഈ മറ്റേ മധുരം പോലെ ഒരു സാധനം, സ്റ്റാർ ഫ്രൂട്ട്സ് എന്നാണ് പറയുന്നത്. നല്ലതെന്നാണ് പറയുന്നത്. ഞാൻ ഒരെണ്ണം കഴിച്ച് നോക്കി. ഇതാണ് സംഭവം. ഇത് പഴുത്ത് കഴിയുമ്പം ഒരുമാതിരി മഞ്ഞച്ച് വരുവേ. നമ്മുടെ കെവിൻ്റെ സിസ്റ്റർ മോളിപ്പൊക്കി, അവനാൾ കൂടാ. അവന് സിസ്റ്ററെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവന് ഭയങ്കര തറസ്സാണ്. സിസ്റ്റർ ഭയങ്കര ഇഷ്ടമാണ്. ഈ സിസ്റ്റർ അവനെ നിലം തൊടുത്തിക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അച്ഛൻ്റെ ഫാമിലുള്ള 3 പന്നിയുണ്ട്. 3 പന്നിക്ക് അത് ഏറ്റവും വലിയ പന്നിയാണ്. പന്നി നമ്മളെ കണ്ടു കഴിയുമ്പം ഇച്ചിരി പേടിച്ച് അങ്ങോട്ടേക്കോട്ടൊക്കെ ഓടുന്നുണ്ട്. അതായിട്ട് കണ്ടതുകൊണ്ടായിരിക്കും. ഈ പന്നി 2 മക്കളുണ്ട്, 2 കൊച്ചുങ്ങളുണ്ട്. ഇത് ഏകദേശം വലുപ്പമായ പന്നിയാണ്. ഇതിപ്പോൾ കൊടുക്കാം പാകത്തിനുള്ള പന്നിയാണ്. ബഗൻപാറയിൽ അവരുടെ ഒരു ഫേവറേറ്റ് ഫുഡാണ് ഈ പന്നി. ഇവിടെയുള്ള ആൾക്കാർ ബോറോസ് ഒത്തിരി പന്നിയും കാര്യങ്ങളൊക്കെ കഴിക്കും. ഇപ്പോൾ അച്ഛൻ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഇവിടെ ഏകദേശം 80 ബിഘ സ്ഥലമുണ്ട്. 80 ബിഘ എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് 30 ഏക്കറിൻ്റെ അടുത്ത സ്ഥലമുണ്ട് ഇവിടെ. ഓക്കെ, നമ്മുടെ വൈഫ് ഒരു നാരങ്ങ പൊട്ടിക്കാൻ നോക്കുവാണ്. അച്ഛനോട് പറയുകയാണ്, അച്ഛാ ഞങ്ങളൊരു നാരങ്ങ പറിച്ചു കേട്ടാ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, പിള്ളേരുടെ നിർബന്ധം കാരണം നമുക്ക്, ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഈ മറ്റേ ബഗൻപാറ, സുഗൻഘട്ട, ഈ പറഞ്ഞ ഭാഗങ്ങളെല്ലാം ഈ ഭൂട്ടാൻ്റെ അതിർത്തിയിൽപ്പെട്ട സ്ഥലങ്ങളാണ്. അപ്പം നമ്മളൊരാളെ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവിടെ വെള്ളം ഉണ്ടെന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മളൊന്ന് പോയി നോക്കാൻ പോവുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 20 മിനിറ്റ് യാത്രയുണ്ട്. അപ്പോൾ അച്ഛൻ നേരെ അച്ഛൻ്റെ വണ്ടി എടുത്ത് ഫ്രണ്ടിൽ പോകുന്നു, ഞാൻ എൻ്റെ വണ്ടി എടുത്ത് പുറകിൽ പോകുന്നു. നമ്മൾ അങ്ങോട്ട് പോവുകയാണ്, ഭൂട്ടാൻ്റെ ഏകദേശം അതിർത്തി. ഇപ്പോൾ അവിടെ നിന്ന് വലിയൊരു ഹൈവേ വരുന്നുണ്ട്, ഭൂട്ടാനിക്കോട് ഇൻ്റർനാഷണൽ ഹൈവേ. അതിനുള്ള പാലങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കണം. ഇവിടെ നമുക്ക് ആസാമിൽ ടോട്ടൽ 39 ഗേറ്റ് ഉണ്ട് കേട്ടോ, ഈ ഭൂട്ടാനിലോട്ട് പോകാനും ഇന്ത്യയിലോട്ട് വരാനുള്ളത് 39 ഗേറ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ ഏകദേശം ആ കാണുന്ന മല കണ്ടില്ല, ആ മല ഭൂട്ടാനാണ്. നമ്മൾ ഏകദേശം ആ ഭാഗത്തെത്തി. വെള്ളം പറഞ്ഞ പോലെ ഇല്ല. എനിക്ക് തോന്നുന്നത് മുകളിൽ ഭൂട്ടാൻ്റെ ഡാം പിടിച്ചു വെച്ചേക്കുമായിരിക്കും. അത് തുറന്നിട്ടെങ്കിൽ മാത്രമാണ് ഇവിടെയൊക്കെ. തുറന്നു കഴിയുമ്പോൾ ഇവിടെയൊക്കെ വെള്ളം വരുവേ. ഇവിടെയൊക്കെ നമ്മൾ നിറഞ്ഞ് വെള്ളം ഒഴുകും.
ഇതിൽ കൂടെ ഇപ്പോൾ പണികളെല്ലാം നടക്കുന്നതുകൊണ്ട് ഒത്തിരി വലിയ ട്രക്കുകൾ പോയിട്ട് ഈ വഴി മൊത്തം നടുക്കേ കൂടെ വലിയൊരു കൂനിയായിരിക്കും. അപ്പോൾ നമ്മുടെ വണ്ടി ഹോണ്ടയുടെ വണ്ടി കാരണം ചിലപ്പം അടി ഇടിക്കുവേ. അച്ഛൻ്റെ ബോർഡർ കാരണം കുഴപ്പമില്ല. അപ്പോൾ നമ്മളവിടെ വണ്ടി നിർത്തി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ചെറിയ വെള്ളമൊക്കെ ഉണ്ട്, പക്ഷേ പിള്ളേർക്ക് ചാടാനും പറക്കാനെന്നുള്ള വെള്ളമില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് കാണിച്ചു തന്നിട്ടാണ് ഭൂട്ടാൻ ചോക്കി. അവിടെ പോയി ഇപ്പം അവിടെ നിന്ന് വെച്ചാൽ നല്ല അടിപൊളി വെള്ളം, നല്ല തണുത്ത വെള്ളമാണ്. ഇതിങ്ങനെ ഒഴുക്കിലാണ് കിടക്കുന്ന വെള്ളം. കെവിനാണെങ്കിൽ കല്ലൊക്കെ എറിഞ്ഞു തുടങ്ങി. കെവി കല്ലെറിയാൻ തുടങ്ങിയപ്പോഴേക്കും മാത്തൂനും കല്ലെറിയുന്നതായി, റിച്ചുവിനും കല്ലെറിയുന്നതായി. റിച്ചു എടുത്തത് മറ്റേ മണ്ണെടുത്ത് എറിഞ്ഞു. അപ്പോൾ വലിയ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു നമ്മൾ ബ്രിട്ടീഷുകാർ പണിതൊരു ചെറിയൊരു പാലോ, അതായത് ഒരു ചെറിയ ഡാം പോലെ, കുഞ്ഞു ഡാം. അതിനെന്തോ പേരുമുണ്ട്, അച്ഛൻ പേര് പറഞ്ഞാൽ മറന്നുപോയി. അപ്പോൾ നമ്മൾ ആ ഭാഗത്തേക്ക് പോയി. അവിടെ വെള്ളമുണ്ട് കേട്ടോ, ഇവിടെ നല്ല ആഴ്ച വെള്ളമുണ്ട്. ഇപ്രവാസത്തേക്ക് വെള്ളമില്ല കേട്ടോ. ചെറിയ ഡാം, എന്തെന്തോ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത് ഇപ്പം റിനോവേറ്റ് ചെയ്ത കാട്ടെ. അപ്പോൾ റിച്ചൊക്കെ പറഞ്ഞ് ഞങ്ങൾ അതിൽ കൂടെ പോയിട്ട് വെള്ളത്തിൽ ചാടുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു, കാരണം ഇപ്പുറം വശത്തേക്ക് ഒഴുക്കൊന്നുമില്ല. ഒഴുക്കില്ലാത്ത സമയത്ത് പോകാതിരിക്കാൻ നല്ലത്. അപ്പോൾ എനിവേ നിങ്ങൾ ഒരു 3 മണിക്ക് ഇറങ്ങി. എല്ലാ സിസ്റ്റർമാർക്കും സന്തോഷമായി, പിള്ളേർക്ക് സന്തോഷമായി, പിള്ളേർ എൻജോയ്മെൻറ്റ് ചെയ്തു. കെവി ആണെങ്കിൽ സിസ്റ്റർമാരെ കൈ വിടുന്നില്ല കേട്ടോ. ഏകദേശം നമ്മളിപ്പോൾ ഒരു 6 മണി 6:15 ആവാൻ പോകുന്നു കേട്ടോ. ഇപ്പം സന്ധ്യയായി. നല്ല വ്യൂവ്, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂവ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.